കർത്താവിൻ്റെ പരിശുദ്ധമുള്ള നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. അനുഗ്രഹീതമായ സമയത്തെ ഓർത്ത് സ്തോത്രം ചെയ്യുന്ന ജൂസ്റ്റുഡിയോ എന്ന ഈ യൂട്യൂബ് ചാനൽ വഴി ദൈവജനം ശ്രവിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും യേശുക്രിസ്തുവിൻ്റെ നാമത്തിലുള്ള സ്നേഹവും വന്ദനവും അറിയിക്കുന്നു. ലൈഫ് ഇൻ ക്രൈസ്റ്റ് എന്ന വിഷയത്തെ ആസ്പദമാക്കി കഴിഞ്ഞ ആഴ്ചയിൽ ദൈവജനത്തിൽ നിന്നും അല്പമായി ചിന്തിക്കുവാൻ കൃപ ചെയ്തു. അതിൻ്റെ തുടർച്ചയെന്ന വണ്ണം ഇന്ന് സമയവും ദൈവജനത്തിൽ നിന്നും ചില കാര്യങ്ങൾ ചിന്തിക്കുവാൻ കർത്താവിൽ ആഗ്രഹിക്കുന്നു. അതിന് ആധാരമായി 2 കൊരിന്ത്യർ ലേഖനം 12-ാം അധ്യായം അതിൻ്റെ 2-ാം വാക്യം വായിക്കുവാൻ കർത്താവിൽ ശരണപ്പെടുന്നു. 2 കൊരിന്ത്യർ 12:2. ക്രിസ്തുവിലുള്ള ഒരു മനുഷ്യനെ ഞാൻ അറിയുന്നു. അവൻ 14 സംവത്സരം മുമ്പേ 3-ാം സ്വർഗത്തോളം എടുക്കപ്പെട്ടു. ശരീരത്തോടെയോ എന്ന് ഞാൻ അറിയുന്നില്ല, ശരീരം കൂടാതെയോ എന്നും അറിയുന്നില്ല, ദൈവം അറിയുന്നു. അപ്പോസ്തലനാകിയ പൗലോസിൻ്റെ ശക്തമായ ഒരു പ്രസ്താവനയാണ്, ക്രിസ്തുവിലുള്ള ഒരു മനുഷ്യനെ ഞാൻ അറിയുന്നു. 14 ആണ്ടുകൾക്ക് മുൻപതായി അവൻ 3-ാം സ്വർഗത്തോളം എടുക്കപ്പെട്ടു. ശ്രേഷ്ഠമേറിയ ആത്മീയതയുടെ അത്യുച്ച കോടിയിലേക്ക് കടന്നു എന്ന ഒരു ആത്മീയ അനുഭവത്തെക്കുറിച്ച് പൗലോസ് ഇവിടെ വിവരിക്കുന്നു. ഒരു ക്രിസ്തുവിലായ ഒരു വ്യക്തിയുടെ മനോഭാവമാണ് ഈ വാക്യത്തിൽ നമുക്ക് നിഴലിച്ച് കാണുന്നത്, മനസ്സിലാക്കുവാൻ കഴിയുന്നത്. നമുക്കറിയാം, ഈ വാക്യം പറയുന്നത് പൗലോസിനെ കുറിച്ച് തന്നെയാണ്. 3-ാം സ്വർഗത്തോളം എടുക്കപ്പെട്ട പൗലോസ്. എന്നാൽ ക്രിസ്തുവിലായ ഒരു മനുഷ്യനെന്ന് മാത്രമാണ് അവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നത്. അപ്പോൾ ക്രിസ്തുവിലായ ഒരു വ്യക്തിയുടെ മനോഭാവം വളരെ വ്യക്തമായി ഈ തിരുവചന ഭാഗം നമ്മെ പഠിപ്പിക്കുന്നു. എന്താണത്? നമുക്കിങ്ങനെ ചിന്തിക്കാൻ കഴിയും. ചിന്തിക്കുക, 14 വർഷങ്ങൾക്ക് മുമ്പ് നടന്ന ഒരു സംഭവം, അതും ആത്മീയ ജീവിതത്തിൻ്റെ പരമോന്നതമായ അത്യുച്ച സ്ഥായിയിൽ ചെന്ന് നിൽക്കുന്ന ഒരാത്മീയ അനുഭവം പ്രാപിച്ച സന്ദർഭം, 3-ാം സ്വർഗത്തോളം എടുക്കപ്പെട്ട അനുഭവം. എന്നാൽ ഇവിടെ പൗലോസ് പറയുന്നത്, വേണമെങ്കിൽ പൗലോസിന് തൻ്റെ പേര് ഉച്ചരിച്ചിട്ട് പൗലോസായ ഞാൻ 3-ാം സ്വർഗത്തോളം എടുക്കപ്പെട്ടു എന്ന് പറയാമായിരുന്നു. പൗലോസ് അത് പറയുന്നില്ല. അതാണ് ക്രിസ്തുവിലായ ഒരു ദൈവഭക്തൻ്റെ അടയാളം. ക്രിസ്തുവിലായെങ്കിൽ ഒന്നാമത് തന്നെക്കുറിച്ച് പ്രശംസിക്കുന്ന അനുഭവം തൻ്റെ ജീവിതത്തിൽ ഉണ്ടാകത്തില്ല. തന്നെ ഉയർത്തി കാണിക്കുന്ന സന്ദർഭങ്ങൾ ഉണ്ടാകത്തില്ല. ഇവിടെ വേണമെങ്കിൽ പൗലോസിന് തൻ്റെ പേരെടുത്തു പറയാമായിരുന്നു. എന്നാൽ പൗലോസ് അത് ചെയ്തില്ല. 2, പൗലോസ് ഇത് പറയുന്നത് 14 വർഷത്തിന് പിൻപാണ്. ഈ സ്വർഗീയ അനുഭവം ഉണ്ടായതിൻ്റെ 14 വർഷങ്ങൾക്ക് പിൻപിലാണ് പൗലോസ് പറയുന്നത് ഇങ്ങനെയൊരു അനുഭവം ഉണ്ടായിട്ടുണ്ടായിരുന്നു. സ്തോത്രം. നമ്മളായിരുന്നെങ്കിൽ അന്ന് തന്നെ ലോകം മുഴുവനും പറഞ്ഞേനും, ഞാൻ 3-ാം സ്വർഗത്തോളം എടുക്കപ്പെട്ടു. എന്നാൽ ഒരു ക്രിസ്തുവിലായ ഒരു ദൈവവൈതലിനെ സംബന്ധിച്ച് അദ്ദേഹത്തിന് ശ്രേഷ്ഠമായി പറയാനുള്ള ഒറ്റ കാര്യമേ ഉള്ളൂ, ക്രിസ്തുവിലായി. അതാണ് തൻ്റെ ശ്രേഷ്ഠത. 2 കാര്യമാണ് ഇന്ന് ഈ സമയം ഞാൻ ഓർപ്പിക്കുവാൻ ആഗ്രഹിക്കുന്നത്. ക്രിസ്തുവിലായതിൻ്റെ ലക്ഷണം, 1, തന്നെത്താൻ ഉയർത്തത്തില്ല. 2, തന്നെ മഹത്വപ്പെടുത്തി സംസാരിച്ചുകൊണ്ട് നടക്കത്തില്ല. ഇത് 2ഉം പൗലോസ് ഇവിടെ ചെയ്യുന്നില്ല. ക്രിസ്തുവിൽ ഒരു മനുഷ്യനെ അറിയുന്നേ പറയുന്നുള്ളൂ. വേണമെങ്കിൽ തൻ്റെ നാമം അവിടെ എഴുതാമായിരുന്നു, തൻ്റെ പേരവിടെ രേഖപ്പെടുത്താമായിരുന്നു. പൗലോസ് അത് ചെയ്തില്ല. 2, ഈ സ്വർഗീയ അനുഭവം പ്രാപിച്ച അതേ സമയം തന്നെ പൗലോസിന് അതവിടെ ജനത്തിനും സഭകൾക്കും അന്ന് ദൂതൊഴിയപ്പോൾ, ആലോചന പറഞ്ഞപ്പോൾ, പ്രസംഗിച്ചപ്പോൾ ഒക്കെ പറയാമായിരുന്നു. പൗലോസ് അത് ചെയ്തില്ല. പൗലോസ് 14 വർഷങ്ങൾക്ക് ശേഷമാണ് ഈ കാര്യം ലേഖനത്തിൽ പോലും തൻ്റെ പേര് ചേർക്കാതെ എഴുതപ്പെട്ടത്. അവിടെ എഴുതിയിരിക്കുന്ന ഒറ്റ പദമാണ്, ക്രിസ്തുവിലായ ഒരു മനുഷ്യനെ ഞാൻ അറിയുന്നു. ക്രിസ്തുവിലുള്ള ഒരു മനുഷ്യനെ ഞാൻ അറിയുന്നു. പ്രിയമുള്ളവരെ, ഈ ശബ്ദം ശ്രവിക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കുക, ക്രിസ്തുവിലായിട്ടുണ്ടെന്നുള്ളതിൻ്റെ അടയാളമാണ് തന്നെത്താൻ പുകഴ്ത്തത്തില്ല, ഉയർച്ച പറഞ്ഞുകൊണ്ട് നടക്കത്തില്ല, തന്നെ മഹത്വീകരിച്ചുകൊണ്ട് നടക്കത്തില്ല. അങ്ങനെയെങ്കിൽ
ഇന്ന് രാത്രിയിൽ ഇന്ന് ഈ സമയം നമുക്കും ഒരു തീരുമാനമെടുക്കാം. ക്രിസ്തുവിലായ ഞാൻ എന്നെ ഉയർത്തത്തില്ല, എന്നെ ശ്രേഷ്ഠമായി പറഞ്ഞുകൊണ്ട് നടക്കത്തില്ല. കർത്താവിന് ഹിതത്തിനു വേണ്ടി എന്നെ സമർപ്പിക്കും. ഞാൻ എന്നുള്ളതല്ല വിഷയം, എന്നിൽ ക്രിസ്തുവിന് എന്നുള്ള വിഷയമാണ്. ഞാൻ ക്രിസ്തുവിൽ, അതാണ് വിഷയം. പുറമേ കാണുമ്പോൾ ക്രിസ്തുവിനെ മറ്റുള്ളവർ കാണട്ടെ. ഇന്ന് രാത്രി പൗലോസിൻ്റെ ഈ ഒരു അനുഭവം, താഴ്മയുടെ അനുഭവം നമുക്കൊരു മാതൃകയാകട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചും പ്രബോധിപ്പിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾ ചുരുക്കുന്നു. കർത്താവ് നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ.